വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് സംബന്ധിച്ച് CPIM-ൽ ഭിന്നത മുറുകുന്നു. ദിവ്യയെ മാറ്റിയത് വിവാദമാക്കേണ്ട എന്ന നിലപാടുമായി KK ശൈലജയ്ക്ക് പിന്നാലെ PK ശ്രീമതിയും രംഗത്തെത്തി. സർക്കാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് സ്വാഭാവികമാണ്. KK രാഗേഷ് വിമർശനം ഉന്നയിക്കുമ്പോൾ കൃത്യതയോടെ പറയണം. രാഗേഷിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഇല്ലെന്ന് ശ്രീമതി വ്യക്തമാക്കി. ദിവ്യയെ മാറ്റിയതിൽ പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് പറയുമ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ KK ശൈലജ തയ്യാറായില്ല. എന്നാൽ ഇന്ന് ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ദിവ്യയെ മാറ്റിയതിലെ ദുരൂഹത വീണ്ടും ഉയർത്തുകയാണ് MV ഗോവിന്ദൻ. വിവരങ്ങളുമായി സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്ത, പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ ഒരു സവിശേഷമായൊരു സാഹചര്യം എന്ന് തന്നെ പറയണം CPIM-ൽ. കാരണം ഇരുപക്ഷമായ ഒരു വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് സമീപകാലത്തൊന്നും കാണുവാൻ കഴിയാത്തൊരു കാര്യമാണ്. ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അവിടെ മാത്രം അഭിപ്രായം പറയുന്നവർ പരസ്യമായി ഇത്തരത്തിൽ രണ്ട് തട്ടിൽ ഈ വിഷയത്തിൽ നിൽക്കുകയാണ്. അതിൽ തന്നെ പിണറായി പക്ഷം എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് എണ്ണിപ്പോലും പറയാവുന്നതാണ്. അത് KK രാഗേഷുണ്ട്, മറ്റൊന്ന് MV ഗോവിന്ദനുണ്ട്. ആ വഴിക്ക് ഒരു ധാര ഇങ്ങനെ പോകുമ്പോൾ മറ്റൊരു ധാരയിൽ KK ശൈലജ, PK ശ്രീമതി, EP എന്നിങ്ങനെ വരികയാണ്. ഇത് ഇങ്ങനെ ഇരുചേരി എന്ന് തന്നെ നിലവിൽ ഇനി പറയേണ്ടി വരുമോ? ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. കാര്യം CPM-നെ സംബന്ധിച്ച്, കേരള CPM-നെ സംബന്ധിച്ച് സവിശേഷമായൊരു സാഹചര്യമാണിത്. CPM കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ഘടകത്തിലും ആ പാർട്ടിയുടെ ഒരു ശൈലി അനുസരിച്ച് ഈ തരത്തിലല്ല അവരുടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, രണ്ടഭിപ്രായം പല കാര്യങ്ങളിലും പാർട്ടിക്കുള്ളിൽ പലവട്ടം പല ചരിത്രഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായി പുറത്തു പറഞ്ഞ് രണ്ട് ധാരയായി തന്നെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്ന രീതി ഏതായാലും CPIM-ൽ ഉണ്ടായിരുന്നില്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി നിരന്തരം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരായും പ്രതിപക്ഷ നേതാവിനെ അനുകൂലിച്ചുമുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ EP ജയരാജൻ രംഗത്തെത്തിയതോടെയാണ് ആളുകൾ പലപ്പോഴും ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ വിസ്മയിച്ചു പോയത്. അതായത് CPM പോലൊരു കക്ഷിയിൽ നിന്നുകൊണ്ട് CPM ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറന്നു വച്ചിരിക്കുന്ന സമയത്ത് വിഴിഞ്ഞം എന്ന കേസിൽ ഇനി അത് ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് വിവാദം ഉന്നയിക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ അത് വിശദീകരിക്കട്ടെ എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെയാണ് ഈ ദിവ്യ എസ് അയ്യരെ മാറ്റിയത് സംബന്ധിച്ചുള്ള, അത് സർക്കാർ മാറുമ്പോൾ അത്തരം പല തീരുമാനങ്ങളും ഇവിടെ എടുക്കും, ചിലർ വന്നെന്നും പോയെന്നുമൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഈ സർക്കാരിനെ, ഈ ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടി സതീശൻ സർക്കാർ ചെയ്തതാണ് എന്നുള്ള KK രാഗേഷിൻ്റെ വ്യാഖ്യാനവും രണ്ടാമതൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ഈ KK ശൈലജ തള്ളിക്കളഞ്ഞത്. അതിന് പിന്നാലെ ഇപ്പോൾ CC-യിൽ പങ്കെടുക്കാൻ വേണ്ടി നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുണ്ട് PK ശ്രീമതി. മൂന്നാമത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി വന്നിട്ട് KK രാഗേഷിൻ്റെ ഈ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയുകയാണ്. KK രാഗേഷിനെ മാത്രമല്ല തള്ളിപ്പറയുന്നത് എന്നാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി 3-4 ദിവസം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന് സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കൂടുതൽ പറയിപ്പിക്കണ്ടല്ലോ എന്നാണ്. അതിന് പിന്നാലെയാണ് KK രാഗേഷ് വാർത്താ സമ്മേളനം നടത്തി ഇത് അദാനിക്ക് വേണ്ടിയാണ് ഈ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ PK ശ്രീമതി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടല്ലോ എന്നാണ്. പക്ഷേ പറയുന്നത് തന്നെയാണ് നല്ലത്. അത് പറഞ്ഞത് KK രാഗേഷാണ്. അദ്ദേഹത്തെ താൻ അവിശ്വസിക്കുന്നു മറ്റുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അതിനർത്ഥം CPIM-ൽ ഈ KK രാഗേഷ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗം അടക്കം, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗമടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ബോധ്യമില്ല എന്നുള്ള കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ പത്രത്തിൽ, ദേശാഭിമാനിയിൽ മുഖപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രി അതിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ സംശയങ്ങൾ ബലപ്പെടുകയാണ്. പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ നീക്കിയതും അദാനിയെ സഹായിക്കാനല്ലേ എന്ന ചോദ്യം ചില മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ വീണ്ടും പ്രശ്നവൽക്കരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി. അതായത് ഇത് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതേപോലെ MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി KK രാഗേഷ് എന്ന ഒരു പക്ഷവും, ആ കൂട്ടത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, കണ്ണൂർ നേതാക്കൾ അപ്പാടെ മറ്റൊരു പക്ഷത്തേക്ക് മാറി ഈ വിഷയത്തിൽ രണ്ട് ചേരിയായി പറഞ്ഞ് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു, ഈ മറ്റു പാർട്ടികളെയൊക്കെ കളിയാക്കി പറയുന്ന രീതിയിൽ വിമർശിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, മധ്യവർഗ ജനാധിപത്യ പാർട്ടിയുടെ നയങ്ങൾ എന്നൊക്കെയുള്ള ലൈനിലേക്ക് CPM-ൻ്റെ ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ
ഒരു അലക്കൽ മാറുന്നു എന്ന് നമുക്ക് പറയാം. ശരി, സുജിചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.